ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ വൈക്കത്താണ് താമസിക്കുന്നത്. വൈക്കത്തമ്പലത്തിൽ നമുക്ക് വടക്കുപുറത്ത് പാട്ട് വരികയാണ്. വടക്കുപുറത്ത് പാട്ടെന്ന് പറഞ്ഞാൽ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന 4.5 കോടി രൂപയോളം ചിലവ് വരുന്ന വടക്കുപുറത്ത് പാട്ടിൻ്റെ പരിപാടിയാണ് നമുക്ക് ഇനി അടുത്തതായിട്ട് വലിയൊരു ഉത്സവമായിട്ട് നമുക്ക് വരുവാൻ പോകുന്നത്. അതായത് നമ്മുടെ കൊടുങ്ങല്ലൂർ ഭഗവതി, കൊടുങ്ങല്ലൂർ അമ്മയെ നമ്മളെ അങ്ങോട്ട് നമ്മുടെ വൈക്കത്തേക്ക് കൊണ്ടുവരികയാണ്. വൈക്കത്തപ്പൻ്റെ അടുത്ത് വന്ന് കളം വരച്ച് അതിനു വേണ്ടി നിറയെ കുങ്കുമങ്ങളും അതുപോലെ താലപ്പൊലി, ദേശതാലപ്പൊലിയുണ്ട്. അപ്പം ഓരോ കരയോഗക്കാർ, NSS കരയോഗങ്ങൾ, പടിഞ്ഞാറമുറി, വടക്കേമുറി, തെക്കേമുറി, കിഴക്കേമുറി, ഇങ്ങനെ 4 കരയോഗങ്ങളുടെ സംയുക്ത കരയോഗങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ് നമ്മുടെ കൊടുങ്ങല്ലൂരമ്മയെ ആനയിച്ച് കൊണ്ടുവരുന്ന ആ മഹാചടങ്ങ്. അപ്പം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഞാനിത് എൻ്റെ യൂട്യൂബിലൂടെ തന്നെ നിങ്ങളെ എല്ലാവരും അറിയിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അമ്പലങ്ങളിലെല്ലാം ഉത്സവങ്ങളാണ്, പക്ഷേ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഉത്സവമാണ്. ഇതിൽ ഒരുപാട് അർച്ചനകളുണ്ട്. നമ്മുടെ മംഗല്യ സൂക്താർച്ചന, ഐക്യമത്യ അർച്ചന, അതുപോലെ കുടുംബ അർച്ചനകൾ, അതുപോലെ ശത്രുസംഹാര അർച്ചനകൾ, അതുപോലെ നമ്മുടെ ദോഷവശങ്ങൾ തീരുവാനുള്ള പൂജകൾ എല്ലാം ഉണ്ട്. ഇതിലെല്ലാവരും ആളുകൾ സഹകരിക്കണം. അതുപോലെ എല്ലാ ദിവസവും വന്ന് പൂജയിൽ പങ്കെടുക്കണം. അതുപോലെ താലപ്പൊലികളിൽ പങ്കെടുക്കണം. ഞങ്ങളൊക്കെ താലപ്പൊലിക്ക് പോകാൻ സെറ്റ് വരെ വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഇതൊരു അറിയിപ്പും കൂടി ആയിട്ടാണ്. എൻ്റെ യൂട്യൂബ് കാണുന്ന എല്ലാവരും വൈക്കത്ത് മഹാദേവ ക്ഷേത്രം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അപ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വടക്കുപുറത്ത് പാട്ടാണ് ഇനി നമ്മുടെ ഏറ്റവും കോടിയാർച്ചനയും വടക്കുപുറത്ത് പാട്ടും. അതിനായി ഇപ്പോഴേ 2 മാസം മുമ്പ് തന്നെ കൗണ്ടറുകളെല്ലാം തുറന്നു. ആളുകളുടെ എല്ലാം കമ്മിറ്റി രൂപീകരിച്ച് അതിലൊരു കമ്മിറ്റി അംഗവും കൂടിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഈ ഒരു സന്തോഷ വാർത്ത ഈ സമയത്ത് അറിയിക്കുന്നത്. അപ്പോൾ വടക്കുപുറത്ത് പാട്ടും കോടിയാർച്ചനയ്ക്കും എല്ലാവരും സംബന്ധിക്കണം. കാരണം നമ്മുടെ കുടുംബത്തിലെ ഐശ്വര്യത്തിനും സമാധാനത്തിനും അഭിവൃദ്ധിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ ഉയർച്ചയ്ക്കും നമ്മളെ കൊണ്ടാകാവുന്ന തരത്തിലുള്ള എല്ലാ സഹകരണവും, അതുപോലെ അർപ്പണ മനോഭാവത്തോടു കൂടിയും നല്ല മനസ്സോടു കൂടിയും ഒക്കെ അതിൽ പങ്കെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇതുപോലെയുള്ള അവസരങ്ങൾ നമ്മൾ മാക്സിമം വിനിയോഗിക്കണം. എന്നും നമ്മൾ വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം അമ്പലങ്ങളിൽ പോയി അതിലെല്ലാം സംബന്ധിക്കണം. കാരണം നമ്മളെക്കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളല്ല ഈ യാഗങ്ങളോ ഹോമങ്ങളോ അതുപോലെ വലിയ വലിയ പൂജകളോ ഒന്നും നമുക്ക് വീടുകളിൽ ചെയ്യാൻ വളരെ ചിലവേറിയതാണ്. അപ്പോൾ ഇത് അമ്പലങ്ങളിൽ നടക്കുന്ന സമയത്ത് നമ്മൾ പോയി അതിൽ സംബന്ധിക്കണം. നമ്മൾ സംബന്ധിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അനുഗ്രഹം മനസ്സിന് നമുക്ക് വല്ലാത്തൊരു അനുഭവം തന്നെയായി തീരും. അപ്പോൾ ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, ബൈ.